എല്ലാവർക്കും നമസ്കാരം. അമ്മയ്ക്ക് പ്രസവ വേദന, മകന് വീണ വായന. അങ്ങനെയാണോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഏതാണ്ട് ഒരു പഴഞ്ചൊല്ലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഇങ്ങനെ പീഡന പരാതികളുമായിട്ട് സ്ത്രീകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കുറേ എണ്ണം സത്യമുള്ളതുണ്ട്, കുറേ എണ്ണം വ്യാജമായ പരാതികളുമുണ്ട്. രണ്ടും കണക്ക് തന്നെയാണ്. കാരണം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന, അതായത് ഹേമ കമ്മിറ്റിയുമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിന് മുന്നേ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപേ അല്ലെങ്കിൽ ഒത്തിരി മാസങ്ങൾക്ക് മുൻപേ ഒക്കെ നടന്ന കാര്യങ്ങളായിരുന്നു. അതുവരെ അവരുടെയൊക്കെ വായിൽ പഴമായിരുന്നു. അന്നൊന്നും അവർ മിണ്ടിയില്ല. ഇപ്പോഴാണ് ആൾക്കാരൊക്കെ പതുക്കെ ബോധം വെച്ച് പുറത്തോട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മറ്റൊരു സത്യം നമ്മളൊക്കെ മറന്നു പോകുന്നതുണ്ട്. ഇതൊക്കെ തള്ളിപ്പോകും എന്നൊക്കെ നമ്മൾക്ക് തോന്നുമെങ്കിലും നിങ്ങൾ ഓർക്കുക, ഈ പോലീസുകാർ ഈ കേസ് എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പുറകെ തെറ്റ് ചെയ്തില്ലെങ്കിൽ കൂടി ഈ ആൾക്കാർ ഇതിൻ്റെ പുറകെ, അതായത് ആരോപണ വിധേയർ തൂങ്ങിക്കൊണ്ടിരിക്കണം. എത്ര നാൾ ഇതിൻ്റെ പുറകെ കയറി നടക്കണം എന്നറിയാമോ? അതുകൊണ്ട് ഇങ്ങനെ കയറി നടക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഒത്തുതീർപ്പിന് തയ്യാറാകും. ഇവർ ഒത്തുതീർപ്പിന് തയ്യാറായി അതായത് വ്യാജ പരാതി ഉന്നയിച്ച അല്ലെങ്കിൽ പരാതി ഉന്നയിച്ച സ്ത്രീക്ക് കുറേ പൈസ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവർ അതിനകത്ത് എങ്ങനെയെങ്കിലും ഊരിപ്പോരാൻ വേണ്ടിയിട്ട് കുറേ പൈസ കൊടുത്തിങ്ങനെ ഊരിപ്പോരാൻ ശ്രമിക്കും. പക്ഷേ ഓർക്കുക, അതിലും വലിയ കുരുക്കാണ്. കാരണം ഇന്ന് നിങ്ങൾ പൈസ കൊടുത്ത് അതിനകത്തുനിന്ന് ലാഭം കൊയ്ത് കഴിഞ്ഞാൽ നാളെ ഇവർ അതൊരു ബിസിനസ്സായിട്ട് ഇറങ്ങും. നിങ്ങളെ തന്നെ വീണ്ടും അവർ ഇതേ അപ്രോച്ചുമായിട്ട് ഇറങ്ങും. കാരണം ഇപ്പോൾ ഒരു പുകമറ അവർ സൃഷ്ടിച്ച് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇതേ ആരോപണവുമായിട്ട് അവർ വേറൊരു സമയം ഇവർക്ക് പൈസയുടെ ആവശ്യം വരുമ്പോൾ ഇവർ മുന്നോട്ട് വരും എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ. കഷ്ടമാണ് നിങ്ങളുടെ അവസ്ഥ. കാരണം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി വക്കീലിനെ വെച്ച് കോടതിയിൽ കയറി ഇറങ്ങി ഇതിൻ്റെ പുറകെ കുറേ നിങ്ങൾ ബുദ്ധിമുട്ടണം. അതോട് വളരെ സത്യമായ കാര്യമാണ്. കാരണം കോടതിയുടെ വിധി വരുന്നിടം വരെ നിങ്ങൾ ഇതിനകത്ത് ബലിയാടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഈ ആരോപണ വിധേയരായിരിക്കുന്നവരോടും ഇനി ആരോപണ വിധേയരാകാൻ പോകുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും ഒത്തുതീർപ്പിന് തയ്യാറാകരുത്. കാരണം ഒത്തുതീർപ്പിന് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ട് തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം നമ്മൾക്കറിയാം, പണ്ടൊരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു സ്ത്രീ അവരെ ചെറുപ്പം തൊട്ടേ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. ഓരോ ഇലക്ഷൻ്റെ സമയത്തും ഈ സ്ത്രീ പൊങ്ങി വന്നുകൊണ്ടിരിക്കും. ഇവർക്ക് കുറേ പൈസ കൊടുത്ത് ഒതുക്കും. ഇവർ വീണ്ടും പൊങ്ങും. ഇത് തന്നെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒത്തുതീർപ്പിന് തയ്യാറാകരുത്. നിങ്ങളുടെ പൈസ പോകത്തേ ഉള്ളൂ. കാരണം ഇവളുമാരെ വീണ്ടും ഇറങ്ങും നിങ്ങൾക്കെതിരെ ഇറങ്ങും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഓൾറെഡി അവരൊരു പുകമറ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇനി അവർ അടുത്ത ആൾക്കാരെ തപ്പിപ്പിടിച്ച് അവർക്കെതിരെയും ഇവരിറങ്ങും. ഇത് ഇവരൊരു ബിസിനസ് ആകും. കാരണം മെയ് അനങ്ങാതെ കുറേ തിന്നുകയും ചെയ്യാം, കുറേ ബ്യൂട്ടി പാർലറുകളിൽ കയറി ഇറങ്ങി കുറേ അഭ്യാസം കാണിച്ചും റീൽസ് എടുത്തും ഇവർക്ക് നടക്കുകയും ചെയ്യാം. എന്ന് വെച്ചാൽ മേലനങ്ങാതെ പൈസ ഉണ്ടാക്കുകയും ചെയ്യാം. നാണവും ഇല്ല, മാനവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ ബിസിനസ്സായിട്ട് ഇവരിത് മുന്നോട്ട് പോകും. കാരണം നമ്മൾക്കറിയാം, നല്ല നിലയിൽ നിൽക്കുന്ന ആരുമല്ല ആരോപണവുമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒന്നുമില്ലാത്ത ടീമുകളൊക്കെ തന്നെയാണ് ഈ ആരോപണവുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഒത്തുതീർപ്പിന് തയ്യാറാകരുത്. ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്നവർ ഒരിക്കലും ഒത്തുതീർപ്പിന് തയ്യാറാകരുത്. ഇവളുമാർക്ക് വളം വെച്ച് കൊടുക്കരുത് എന്ന് മാത്രമേ എനിക്കിതിനകത്ത് പറയുവാനുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറായാൽ പോലും അവരൊരു കൃത്യമായ ഇടവേള വിട്ട് വീണ്ടും ഈ കേസുമായിട്ട് അവർ മുന്നോട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. പറയാനുള്ളത് ഞാനൊരു മുന്നറിയിപ്പ് തന്നു എന്ന് മാത്രം. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.